ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു ഐസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ നമ്മുടെ ചൂടിന് റിലീഫായിട്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. വാട്ടർമെലനും ലൈമും യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഐസ് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വാട്ടർമെലൻ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാട്ടർമെലൻ നല്ല മധുരമുള്ള കാരണം കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് ഐസായി വരുമ്പോൾ മധുരം ഒന്ന് കുറയും, അപ്പോൾ അതിനനുസരിച്ച് വേണം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇങ്ങനൊരു മോൾഡിലാണ് ഐസ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനൊരു മോൾഡ് ഇല്ലെങ്കിൽ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഗ്ലാസ്സിലോ അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ്സിലോ സെറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള വാട്ടർമെലൻ ജ്യൂസ് ഈ മോൾഡിൻ്റെ പകുതി ഫില്ല് ചെയ്ത് കൊടുക്കുക. ബാക്കി ഹാഫിൽ നമ്മൾ ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഇതൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ മോൾഡിൻ്റെ ക്യാപ്പ് യൂസ് ചെയ്യുന്നില്ല, പകരം സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്യണത്. ഞാനിതൊരു ഗ്ലാസ്സിലും കൊടുന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്ലാസിൻ്റെ ഹാഫ് പോർഷൻ നമുക്ക് വാട്ടർമെലൻ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ആവണം. ഒരു 2 മണിക്കൂറൊന്ന് ഫ്രിഡ്ജ് വെച്ചിട്ട് ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് സ്റ്റിക്ക് പ്ലേസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സെൻറ്ററിൽ പൊസിഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സെൻറ്ററിലായിട്ട് സ്റ്റിക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും ഫ്രീസറിൽ വെച്ചിട്ട് ഐസാക്കി എടുക്കുക. അപ്പോൾ ഒരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പോൾ നന്നായിട്ട് ഐസാവണ വരെ ഫ്രീസ് ചെയ്തിട്ട് എടുക്കുക. ഇനി ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ജാറിലിട്ട് 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു പകുതി ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വാട്ടർമെലൻ നന്നായിട്ട് ഐസായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. വാട്ടർമെലൻ നന്നായിട്ട് ഫ്രീസ് ആയിട്ടില്ലെങ്കിൽ 2 കൂടെ മിക്സപ്പായി പോവും. അപ്പോൾ നന്നായി ഫ്രീസ് ആയതിന് ശേഷം മാത്രം ലൈം ആഡ് ചെയ്ത് കൊടുക്കുക. ലൈം ജ്യൂസിന് വരെ നിങ്ങൾക്ക് മിൻറ്റ് ലൈം യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ച് മിൻറ്റ് ലീവ്സ് ലൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. ഇത് ഓപ്ഷണലാണ്. ഇനി ഇത് ഒന്നുകൂടി ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം. ഗ്ലാസ്സിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള വാട്ടർമെലനും നന്നായി ഫ്രീസായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മിൻറ്റ് ലീവ്സും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഐസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷം ഈ മോൾഡ് ഒന്ന് കുറച്ച് നേരം വെള്ളത്തിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വാട്ടർമെലൻ്റെയും ലൈമിൻ്റെയും 2 സെപ്പറേറ്റ് ലെയേഴ്സായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വാട്ടർമെലൻ മാത്രമായിട്ട് ചെയ്യാം. വാട്ടർമെലനും ഷുഗറും കുറച്ച് ലൈം ജ്യൂസും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ടർമെലൻ മാത്രമായിട്ട് ചെയ്തെടുക്കാം. ഗ്ലാസ്സിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച ഐസും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇതുപോലെ കോമ്പിനേഷൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ചൂടിന് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. വീണ്ടും ഒരു നല്ല റെസിപ്പിയായി കാണാം. അതുവരെ ബൈ. താങ്ക് യു.